ബി ജെ പിയിലെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ശശി തരൂർ അദ്ദേഹം ബി ജെ പി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയാവും. ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ച് മാസങ്ങളെടുത്തേക്കാം. ഒരു പക്ഷേ അത് അങ്ങനൊരു തീരുമാനം ബി ജെ പി നേതൃത്വം എടുത്തിരിക്കുന്നത് ശ്രീമാൻ മോദിയും അമിത്ഷായും കൂടി എടുത്തിരിക്കുന്ന ഇത്തരത്തിലുള്ളൊരു തീരുമാനം അടുത്ത 2026 നിയമസഭാ ഇലക്ഷൻ കണക്കിലെടുത്ത് വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തത് മുതൽ പ്രൊഫഷണലിസം ബി ജെ പിയിൽ വന്നിരിക്കുന്നു. അവിടെ ഇവിടെയും പോയി ചറപ്പറ പറയുന്ന നേതാക്കന്മാരോ അതൊന്നുമല്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ അടുത്ത നിലമ്പൂർ ഇലക്ഷന് പോലും ഞങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളൊരു ഇതാണ്. കാരണം നിലമ്പൂർ ബി ജെ പിക്ക് ഒരു നീക്കുപോക്ക് ഒരു മുന്നേറ്റം നടത്താൻ പറ്റുന്ന മണ്ഡലമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നത് മൂലം തന്നെയല്ല, വ്യക്തമായിട്ട് സാമുദായിക നേതാക്കന്മാരുമായിട്ട് പ്രത്യേകം ക്രൈസ്തവ വിഭാഗങ്ങളായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, തെക്ക് പ്രദേശത്തും മധ്യ തിരുവിതാംകൂറിലും അവരെ ബോധവാന്മാരാക്കിയിട്ട് പ്രീണന നയം കൊണ്ട് നടക്കുന്ന കോൺഗ്രസിനും CPM-നും എതിരെ ശക്തമായ മുന്നേറ്റമാണ് നടത്താനായിട്ട് ബി ജെ പി ഇതായിരിക്കുന്നത്. ഒപ്പം തന്നെ മുനമ്പം വഖഫ് പോലെയുള്ള വിഷയങ്ങൾ നിന്നും കൂടുതൽ മുതലെടുക്കുകയും അവിടെ രാഷ്ട്രീയമായിട്ട് മുന്നേറ്റം നടത്തുകയാണ് ലക്ഷ്യം. നമുക്കറിയാം, ഇപ്പോൾ അടുത്ത് നടന്ന പല ഇലക്ഷനുകൾ, ഒരു 3-4 തെരഞ്ഞെടുപ്പ്, പാലക്കാടായിക്കോട്ടെ, നിലമ്പൂരായിക്കോട്ടെ, വയനാടായിക്കോട്ടെ, അങ്ങനെയുള്ള ഇലക്ഷനുകളിലൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് കുറച്ച് മുന്നേറ്റം നടത്താൻ സാധിച്ചു. കാരണം അത് ഭൂരിഭാഗവും വടക്കൻ ഭാഗങ്ങളിൽ, കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഇസ്ലാമിക വോട്ടുകളുള്ള പ്രദേശത്തായിരുന്നു ഈ ഇലക്ഷനുകളൊക്കെ നടന്നിരുന്നത്. എന്നാൽ ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനും അതിനുശേഷം 2026, അത് ഒരു കൊല്ലമേ ഉള്ളൂ. നമ്മൾ കേരള നിയമസഭ, കേരളത്തിൽ പുതിയ മന്ത്രിസഭ നിലവിൽ വരുന്നതിന് വേണ്ടിയിട്ടും ആരാണ് ഭരിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ടും, അപ്പോൾ മുന്നണികളിലും രാഷ്ട്രീയ പാർട്ടികളിലും വ്യക്തമായിട്ടുള്ള ചർച്ചകൾ നടന്നു തുടങ്ങിയിരിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിനുള്ള ചർച്ചകൾക്ക്. അതുകൊണ്ടാണ് ഇപ്പം ഓപ്പറേഷൻ സിന്ദൂരായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും ഏകദേശം ശശി തരൂർ വ്യക്തമായിട്ടും നരേന്ദ്രമോദിയോട് ചേർന്ന് നിൽക്കുന്നു. അദ്ദേഹം ഏതൊരവസരത്തിലും, ഇപ്പോൾ വിഴിഞ്ഞം ഇതിൻ്റെ സമയത്ത് പോർട്ടിൻ്റെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ആ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി ശ്രദ്ധയോടെ സംസാരിച്ച വ്യക്തി ശ്രീമാൻ ശശി തരൂരാണ്. കാരണം അദ്ദേഹത്തിനെ ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിയിൽ ആ കുടുംബാധിപത്യത്തിനും രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും വാഴിക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് ഈ സ്തുതിപാഠകർ നടക്കുന്നത് മൂലം കഴിവുള്ളൊരു വ്യക്തിയെ തഴയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ശശി തരൂർ ഇപ്പോൾ തത്വത്തിൽ അതൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അദ്ദേഹം അത് പരസ്യമായിട്ട് പറയുന്നത് ഒരു പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. കാരണം ഇതെല്ലാം ചെയ്യുന്നതെല്ലാം നമുക്കറിയാം, പൊതുജീവിതത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒരു ഇലക്ഷൻ ജയിക്കുക എന്നുള്ളത് അത്രയും എളുപ്പത്തിലുള്ള കാര്യമല്ല. അപ്പോൾ ആ ഒരു ഇലക്ഷനെ മുൻകരുതിയാണ് ബി ജെ പി വ്യക്തമായിട്ട് പുറത്തിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നടന്ന പ്രസിഡന്റുമാരും ഭരണ തലപ്പത്തിരുന്നവരും ബി ജെ പിയുടെ തലപ്പത്തിരുന്നവരും ഒക്കെ അവർക്ക് അത്രം ഒരു മുന്നേറ്റം കേരളത്തിൽ നടത്താൻ സാധിച്ചില്ല. നല്ല വളക്കൂറുള്ള മണ്ണാണ് കേരളമെങ്കിൽ പോലും അവർക്കത് സാധിച്ചില്ല എന്നുള്ളത് വളരെ ഒരു വിമർശനം നേരിടുന്ന വിഷയമാണ്. ഒപ്പം കേന്ദ്ര നേതൃത്വം ഇതിൻ്റെ പിന്നാലെ കൂടി. അതാണ് രാജീവ് ചന്ദ്രശേഖർ. അവിടെ നമുക്കറിയാം, അദ്ദേഹം വിദ്യാഭ്യാസവും വളരെയധികം കഴിവുള്ളൊരു വ്യക്തിയാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ബി ജെ പിയുടെ അടുത്ത വൃത്തങ്ങൾ എന്നോട് പറഞ്ഞതാണ്. ഞാൻ കുറച്ച് നേതാക്കന്മാരായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ എനിക്ക് ലഭിച്ച വിവരമാണ് ശശി തരൂർ. ഇതാദ്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. ഞാൻ ഈ യുദ്ധം തുടങ്ങുന്ന ഇസ്രായേൽ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ആ യുദ്ധം തുടങ്ങുന്നതിൻ്റെ, അതായത് 13 ദിവസം മുമ്പത്തെ എൻ്റെ ചാനലെടുത്ത് എൻ്റെ വാർത്തകൾ എടുത്ത് നോക്കിയാൽ അറിയാം, യുദ്ധം ആസന്നം, പിറ്റേ ദിവസം ഇസ്രായേൽ അടിച്ചു. അപ്പോൾ ഞാൻ കണക്ക് കൂട്ടിയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇത് ചിലപ്പോൾ മാസങ്ങളെടുത്തായിരിക്കാം, പക്ഷെ എനിക്ക് നല്ല വ്യക്തമായ ഇത് കിട്ടും. ശശി തരൂർ കേന്ദ്ര മന്ത്രിസഭയിൽ നല്ലൊരു സ്ഥാനത്ത് വന്നേക്കാം. ഇപ്പോൾ വിദേശകാര്യമന്ത്രിയായിട്ട് ജയശങ്കർ ഇരിക്കുന്നത് മൂലം ഒരു പക്ഷേ ജയശങ്കറും പെർഫോമൻസിൽ കുറവല്ലാത്തത് കൊണ്ട് അവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ പേരിൽ മറ്റു വകുപ്പുകളാണോ അതിൻ്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ശശി തരൂർ ഒരു
കേരളത്തിൻ്റെ ഒരു അഭിമാനമായിട്ട് നല്ലൊരു കേന്ദ്രമന്ത്രിയായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് 2026 ഇലക്ഷന് മുമ്പ് സംഭവിച്ചിരിക്കും, നിയമസഭ ഇലക്ഷന് മുമ്പ്. കാരണം BJP ഭരണം പിടിച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. കേരള ഭരണം പിടിച്ചെടുക്കാനായിട്ട് ഡൽഹിയിൽ നിന്നും അവർ ഇത് ചെയ്തിരിക്കുന്നു. ഒപ്പം രാഷ്ട്രീയത്തിലുള്ള ഉൾക്കളികൾ, അത് പല വിഷയങ്ങളുടെ പേരിലാണെങ്കിൽ പോലും മുൻകാലങ്ങളിൽ കോൺഗ്രസും CPIയും ഒരുമിച്ച് BJPയെ ഒറ്റപ്പെടുത്തി തോൽപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് സാഹചര്യം മാറിയിരിക്കുന്നു. CPM BJPക്ക് ഒരു അന്തർധാര എന്നൊക്കെ പറയുന്ന പോലെ, രാഷ്ട്രീയത്തിലെ അന്തർധാര പോലെ സഹായം കൊടുക്കും. ഭരണം പല മണ്ഡലങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം 1000-2000 വോട്ടിൻ്റെ വ്യത്യാസങ്ങളായിരിക്കും അത് വരുത്താൻ പോകുന്നത്. അപ്പോൾ ജയപരാജയങ്ങളെയും ആ മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങളെയും അത് സ്വാധീനിക്കപ്പെടാനായിട്ടുള്ള ഇതുണ്ട്. അതുകൊണ്ട് ഒരു നേതാവാണെങ്കിൽ പോലും ആരാണ് അവസാനം എത്ര സീറ്റ് കൊണ്ടുവരാന്നുള്ളത് പറയാൻ സാധിക്കില്ല. എന്നാൽ പല മണ്ഡലങ്ങളിലും CPM BJPയെ സഹായിക്കും. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മണ്ഡലങ്ങളിലെല്ലാം അതിന് തക്കതായ ഒരു നീക്കുപോക്ക് നടത്തി കൊടുത്തു കഴിഞ്ഞാൽ BJPക്ക് മുന്നേറ്റം സുഗമമായിരിക്കും. അപ്പോൾ അതിൽ വലിയൊരു പങ്കാണ് ശശി തരൂർ വഹിക്കാൻ പോകുന്നത്. ശശി തരൂർ കേന്ദ്രമന്ത്രിസഭയിലേക്ക് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വരുന്നതായിരിക്കും, പ്രത്യേകിച്ച് 2026 നിയമസഭ ഇലക്ഷന് മുമ്പ്. കാരണം അദ്ദേഹത്തെ ഒരു വേപ്പിൻ്റെ ഇല പോലെയാണ് കോൺഗ്രസ് പാർട്ടി പരിഗണിക്കുന്നത്. കാരണം അദ്ദേഹം കഴിവുള്ള വ്യക്തി ആയതുകൊണ്ട് കുടുംബാധിപത്യത്തിൻ്റെ അടുത്ത തലമുറയെ എടുത്ത് മാറ്റിക്കളഞ്ഞിട്ട് അവിടെ ഇരിക്കാനായിട്ട്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് 2021 അതിന് മുമ്പൊക്കെ ഇലക്ഷനുകളിൽ ഈ ഗാന്ധി കുടുംബത്തിൻ്റെ ഇത്രം മാത്രമുള്ള അടിച്ചമർത്തൽ കാരണം അദ്ദേഹം G23 എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു ഗ്രൂപ്പ് 23, മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൊരു റിബലായിട്ട് നിന്നു. കോൺഗ്രസ് ICC പ്രസിഡൻ്റായിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ മത്സരിക്കുക, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇന്ന് മാനസികമായി തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹവുമായിട്ട് അടുത്ത വൃത്തങ്ങളും BJPയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. എല്ലാം നല്ലതുപോലെ ഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായിട്ട് കേരളത്തിൽ ഇന്ന് കഴിവുള്ള ഒരു നേതാക്കന്മാരിൽ ഒരാളാണ് ശശി തരൂർ. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടോ അതോ കേന്ദ്രമന്ത്രിയായിട്ടോ ഭരണതലത്തിൽ വരണം എന്ന് തന്നെയാണ് എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഒരു കഴിവ് കെട്ട കുടുംബത്തിൽ പെട്ടതാണെന്നും പറഞ്ഞ് ഒരുത്തം വന്നാൽ, അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഹമാസിൻ്റെ സഞ്ചിയും തുന്നി പിടിച്ച് കിടക്കുന്ന പെങ്ങളും കൂടി വന്നിട്ട് നമ്മളെ പറ്റിക്കുന്ന ഒരു സ്ഥിതി ഇല്ലാതായിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആശംസിക്കാം. നമുക്ക് അങ്ങനെ ഒരു ഇത് വരട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം.